സ്നേഹം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെ. ചിന്തയ്ക്കായിട്ട് 48-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നിങ്ങൾ സമാധാനം അന്വേഷിക്കേണ്ട, പിന്നെയോ സംഘർഷത്തെ അന്വേഷിക്കുക. സംഘർഷം മൂലം നാം വളരുന്നു. വളർച്ച എന്നത് സൗഭാഗ്യത്തിൻ്റെ മറുപേരാണ്. സുപ്രസിദ്ധ ഗ്രന്ഥകാരനായ സ്റ്റാർ ഡെയ്ലി ജയിലിൽ കിടന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ വാക്യമാണ് മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ആയുഷ്കാലം മുഴുവൻ അവശനായി കഴിഞ്ഞിരുന്നു ആ ഒരു തടവുകാരൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ജീവിത ദർശനമാണ് ഇത്. രോഗപീഠ, ജീവിത നൈരാശ്യം, അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങൾ മുതലായവയാൽ ജീവിതത്തെ സ്വയം വെറുക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവകഥ പ്രത്യാശയുടെ പ്രകാശം പകരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച കസേരയിൽ കൊണ്ട് സദാ വിധിയെ ശപിച്ചും ക്ലോക്കിൻ്റെ സൂചി മുന്നോട്ട് പോകാത്തതിൽ അമർഷം പ്രകടിപ്പിച്ചും അക്ഷമനായി ജീവിതം ഉന്തിത്തള്ളി കൊണ്ടുപോയിരുന്ന ആ മനുഷ്യൻ മറ്റുള്ളവരെ മാത്രമല്ല തന്നെ തന്നെയും അങ്ങേയറ്റം വെറുത്തിരുന്നു. ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് 2-3 വട്ടം ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട്. ശാപവും ശകാരവും വർഷിച്ചുകൊണ്ട് രാത്രി മുഴുവൻ കാത്തുകിടക്കും. അറുതിയില്ലാത്ത ദുരിതങ്ങളുമായി കടന്നു വരുന്ന പുതിയ പ്രഭാതത്തെ സ്വാഗതം ചെയ്യാം. 1 നൂറ്റാണ്ടിൻ്റെ ദൈർഘ്യമുണ്ട് ഓരോ നിമിഷത്തിനുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് കൂട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ല തൻ്റെ മനസ്സിൻ്റെ ഭാരമൊന്ന് പകരാൻ. ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയുമില്ല. ഹതഭാഗ്യനായ ആ മനുഷ്യൻ്റെ ചെയ്തികൾ സ്റ്റാർ ഡെയ്ലി സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മുറ്റത്ത് ഓടിക്കയറി വന്ന ഒരു പട്ടി വാലാട്ടുന്നതും തുള്ളിച്ചാടുന്നതുമെല്ലാം ആ മനുഷ്യൻ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതായി കണ്ടു. വളർത്തു മൃഗങ്ങളിൽ അയാൾക്ക് കൗതുകമുണ്ടെന്ന് മനസ്സിലാക്കിയ സ്റ്റാർ ഡെയ്ലി വാർഡൻ്റെ അനുവാദത്തോടു കൂടി ഒരു വെള്ളെലിയെ സമ്പാദിച്ച് അയാൾക്ക് കൊടുക്കണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചിറകടിഞ്ഞ ഒരു കുരുവി തറയിൽ കിടക്കുന്നതായി കണ്ടു. അദ്ദേഹം അതിനെ എടുത്ത് വിഷാദമോഹനായി കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ രണ്ടുപേരും കൂടി അതിൻ്റെ ഒടിഞ്ഞ ചിറക് വെച്ച് കെട്ടി. നിർഭാഗ്യവാനായി കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ കുരുവിയെ പരിചരിച്ച് അജരേണ അതിൻ്റെ ചിറക് ബലം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ തലമുടിയിൽ അത് അള്ളിപ്പിടിച്ചിരിക്കുകയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കൊത്തി തിന്നുകയും ചെയ്തു. കളങ്കം കലരാത്ത ഒരു സ്നേഹബന്ധം. അദ്ദേഹം തൻ്റെ കായികമായ ക്ലേശങ്ങളെല്ലാം, മനസ്സിൻ്റെ ഭാരവും നൈരാശ്യവുമെല്ലാം മറന്നു. ജീവിതം ശൂന്യമല്ലെന്ന് തോന്നി. ഒരു ദിവസം ആ കുരുവി സ്വതന്ത്രയായി പുറത്തു വിടാൻ തീരുമാനിച്ചു. അതിനെ വിട്ടുപിരിയുന്നത് അദ്ദേഹത്തിന് വേദനാജനകമായിരുന്നു. എങ്കിലും അതിനെ തുറന്നുവിട്ടു. പക്ഷേ വൈകുന്നേരം ആ കിളി തിരിച്ചു വന്നു. ആ പിരിയാബന്ധം അങ്ങനെ തുടർന്നു. രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ആ കൊച്ചുകിളിയുടെ സ്നേഹം ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്നേഹം ഉണർന്നു. രചനാത്മകമായ പല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു. സ്നേഹം ക്രിയാത്മകമായ രൂപം പൂണ്ടു. സമാധാനമല്ല, സംഘർഷമാണ്, അതായത് പ്രതികൂല സാഹചര്യങ്ങളുടെ സംഘർഷമാണ് വളർച്ചയ്ക്കുള്ള മാർഗം എന്ന് അദ്ദേഹം പഠിച്ചു. ഇങ്ങനെയുള്ള വളർച്ചയാണ് സാക്ഷാൽ സൗഭാഗ്യമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഓർക്കണമേ, സ്നേഹമുള്ളിടത്ത് ജീവനുണ്ട്, പകയുള്ളിടത്ത് നാശവും. 1 കൊരിന്ത്യർ ലേഖനം 13:4. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.